ലക്ഷ്മിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രീവിയസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് മകനും മകളും മരിച്ചു. ആ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു ഫീല് ബാലഭാസ്കറിന് തോന്നാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ അമ്മ മരുമകളെ കുറ്റം പറയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ എറിഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ബാലഭാസ്കറിന്റെ FB പാസ്വേഡ് ഒക്കെ ബാലഭാസ്കറിന്റെ ഫ്രണ്ട്സിന് അറിയായിരുന്നു. 21 ഇയേഴ്സ് ഉള്ള ഒരു മോൻ, വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു മോൻ, തേർഡ് ഡേ അവളെ പ്രപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത്. ബാലഭാസ്കറിന്റെ പല ഡിസിഷൻസും അവരാണ് എടുത്തിരുന്നത്. ഞാൻ ലക്ഷ്മിക്ക് ഇനിയും ഒരു കല്യാണം കഴിക്കാം, ഇനിയും ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബാലഭാസ്കറിന്റെ അമ്മയുടെയും ഭാര്യ ലക്ഷ്മിയുടെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂവിന് ശേഷം അവരെ കുറിച്ചുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമന്റ്സും അവരെ കുറിച്ചുള്ള കമ്പാരിസൺസും മീഡിയയിലുടനീളം ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള പല വീഡിയോസും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനകത്ത് പലരും പറയുന്നത് അമ്മയൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അമ്മ അവരെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ലക്ഷ്മി ഒന്ന് താന്നു കൊടുത്തിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പല തരത്തിലുള്ള വേദനിപ്പിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ് അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്ന് പഠിക്കണം എന്ന് തോന്നി. ഞാൻ ഇവരുടെ ഇന്റർവ്യൂസും ബാലഭാസ്കറിന്റെ പ്രീവിയസ് ഇന്റർവ്യൂവും അവരുടെ റിലേറ്റീവ്സിന്റെ ഇന്റർവ്യൂവും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാണാനായിട്ട് ഇടയായി. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ ഈ ബന്ധത്തെ ഇനീഷ്യലി അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ നമ്മൾ അമ്മയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ബാലഭാസ്കർ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, 21 ഇയേഴ്സേ ഉള്ളായിരുന്നു. പഠിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. അന്നേരത്തെ ഇവരുടെ വീട്ടിലത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സിസ്റ്റർ എന്തോ അസുഖമുള്ള ഒരു കുട്ടിയായിരുന്നു, മിക്കപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, 5 മാസമൊക്കെ കണ്ടിന്യൂസ് ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുകയായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. ഇനി മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് നല്ലതല്ല അവർ കേട്ടിരിക്കുന്നത്. പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലെങ്കിൽ പോലും, ഈ അമ്മയുടെ ഫ്രണ്ട് ആ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സാറും അച്ഛന്റെ ഫ്രണ്ടും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പറ്റിയൊരു ബന്ധമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് കിട്ടുന്നു. അതുപോലെ തന്നെ ബാലഭാസ്കർ കുറച്ച് ഫേമസ് ആയതിനു ശേഷം ഒരുപാട് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. കൂട്ടുകാർ പറയുന്നതിനാണ് കൂടുതൽ വില കൊടുത്തുകൊണ്ടിരുന്നതും കൂട്ടുകാർ അവനെ സ്പോയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വരികയും ചെയ്തിരുന്നു. ഇനിയിപ്പോ ലക്ഷ്മിയുടെ വേർഷൻ നോക്കുകയാണെങ്കിൽ, ലക്ഷ്മി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞു കേട്ട അറിവ് എനിക്കില്ല. അച്ഛനും അമ്മയും, ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു വെച്ചിരിക്കുന്ന അറിവ് വെച്ച് നോക്കുമ്പോൾ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ലക്ഷ്മിക്ക് വീട്ടിൽ മറ്റൊരു കല്യാണം ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ടായി. 2, അതല്ലാന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രീവിയസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് അച്ഛനും അമ്മയും പറയുന്നുണ്ട്, അയാൾ വല്ലാതെ ട്രബിൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്, അയാൾ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭീഷണിയും കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നിരിക്കാം പെട്ടെന്ന് ഒരു കല്യാണം എന്നൊരു ഡിസിഷനിലേക്ക് പോയത്. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു കാര്യത്തിൽ അച്ഛൻ, ഈവൻ ദോ ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ പോലും അവരൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു, 2 വർഷം നീ ഹോസ്റ്റലിൽ താമസിക്കൂ, അതിനുശേഷം പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ കല്യാണം നടത്താമെന്ന് പറഞ്ഞിരുന്നു. ബട്ട് അത് ഇവർ രണ്ടുപേരും അംഗീകരിച്ചില്ല. ഇവർ നേരെ പോയി കല്യാണം കഴിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തിൽ അമ്മ ലക്ഷ്മിയെ അംഗീകരിച്ചിരുന്നില്ല, പിന്നെ വീട്ടിൽ വന്നപ്പോൾ കയറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അംഗീകരിച്ചിരുന്നില്ല, ഈ കല്യാണം അംഗീകരിച്ചിരുന്നില്ല എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ഒരു പേരന്റ് എന്ന നിലയിൽ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, 21 ഇയേഴ്സ് ഉള്ള ഒരു മോൻ, വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു മോൻ, സിസ്റ്റർ ഈ ഒരു നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അവന്റെ പഠിത്തം പോലും കംപ്ലീറ്റ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ, ആ കല്യാണം കഴിഞ്ഞ് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവും. അപ്പൊ അവരെ നമുക്ക് ഒരിക്കലും ആ ഒരു കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരാള് തീരെ തിങ്ക് ചെയ്യാതാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ലക്ഷ്മി എന്നൊരു പേര് എനിക്ക് ഇഷ്ടമായിരുന്നു, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ജോയിൻ ചെയ്തു എന്നൊരു ഫ്രണ്ട് വന്ന് പറയുമ്പോൾ തേർഡ് ഡേ അവളെ പ്രപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം പോലും ചിന്തിക്കാതെയാണ് ചെയ്യുന്നത്. പിന്നെ അതൊരു ടീനേജ് പ്രായമാണ്, ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ പോയി പ്രപ്പോസ് ചെയ്തിരുന്നിരിക്കാം. അതിനുശേഷം 1.5 ഇയേഴ്സിന് ശേഷമാണ് ലക്ഷ്മി യെസ് പറയുന്നതെന്ന് പറയുന്നു. അപ്പോ MA ജോയിൻ ചെയ്ത സമയത്താണ് ലക്ഷ്മിയെ കാണുന്നത്. ഓക്കെ, ജോയിൻ ചെയ്ത സമയത്ത് പ്രപ്പോസ് ചെയ്യുന്നു, 1.5 വർഷത്തിന് ശേഷം ലക്ഷ്മി യെസ് പറയുന്നു. എന്നിട്ട് കല്യാണം ഇമ്മീഡിയറ്റ്ലി നടന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പഠിത്തം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രോസസ്സിനെല്ലാം ശേഷം ലക്ഷ്മി യെസ് പറയുന്നു. അതിനുശേഷം പെട്ടെന്നൊരു കല്യാണം, ഈവൻ ലക്ഷ്മി പോലും അത് ഓക്കെ എന്ന് പറഞ്ഞ് ആ റിലേഷൻഷിപ്പിലേക്ക് ആയതിനു ശേഷം ആ കല്യാണത്തിലേക്ക് പെട്ടെന്ന് പോവുമായിരുന്നു. അപ്പം ബാലഭാസ്കർ ഒരു കാര്യം ചിന്തിച്ച് കണ്ട് കാര്യമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല.
അതിനെ സാധൂകരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ബാലഭാസ്കറിന്റെ പ്രീവിയസ് ഇന്റർവ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും. ബാലഭാസ്കറിന്റെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു നേരത്തെ. അതിനകത്തെ ആൾക്കാരെ എല്ലാം പിന്നീട് പിരിച്ചുവിടേണ്ടി വന്നു. ആ ബാൻഡ് മൊത്തത്തിൽ പിരിച്ചുവിടേണ്ടി വന്നു. ബിക്കോസ് ഒരുപാട് പേരെ ട്രസ്റ്റ് ചെയ്തു. ആ കാര്യങ്ങളൊക്കെ ആ ട്രസ്റ്റ് ചെയ്ത പോലെ ഒന്നും നടന്നില്ല. അവരൊന്നും അത്ര നല്ലതല്ലായിരുന്നു. അത് പിരിച്ചുവിടേണ്ടി വന്നു. അതിനുശേഷം ബാലഭാസ്കറിന് മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ബാലഭാസ്കറിന്റെ പല ഡിസിഷൻസും അവരാണ് എടുത്തിരുന്നത്. ലാസ്റ്റിൽ അവരിൽ നിന്നും ചതി നേരിടേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാലഭാസ്കർ ഈ വയലിൻ പരിപാടി നിർത്തുകയാണെന്ന് പറഞ്ഞ് FB ഒരു പോസ്റ്റ് ഇടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ പോസ്റ്റ് റിമൂവ് ചെയ്തതും ബാലഭാസ്കറിന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. കാരണം ബാലഭാസ്കറിന്റെ FB പാസ്വേഡ് ഒക്കെ ബാലഭാസ്കറിന്റെ ഫ്രണ്ട്സിന് അറിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവര് തന്നെയാണ് അത് റിമൂവ് ചെയ്തത്. അപ്പൊ ഒരുപാട് ഇഷ്യൂസ് സ്വന്തമായിട്ട് ട്രസ്റ്റ് ചെയ്ത ഒത്തിരി ആൾക്കാരുമായിട്ട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല വലിയ മ്യൂസീഷ്യൻസുമായിട്ടും മറ്റു പലരുമായിട്ടും പല രീതിയിലുള്ള ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കൂടെ കൂട്ടുന്ന ആൾക്കാരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് നോക്കിയും കണ്ടും ഒന്നും അല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ ഒരുപാട് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളുടെയും പാസ്വേഡ് ഒക്കെ എത്ര പേർക്ക് അറിയാം? നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് തന്നെ കൊടുക്കുവോ? അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് വല്ലതും മേ ബി എന്തെങ്കിലും കാര്യത്തിന് കൊടുത്തു എന്നുള്ളതല്ലാതെ ബാലഭാസ്കർ പറയുന്ന പുള്ളിയുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പുള്ളിയുടെ FB പാസ്വേഡ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനൊരു ലൈഫായിരുന്നു. അതായിരുന്നു ഈ അച്ഛനും അമ്മയും അദ്ദേഹത്തെ കുറിച്ച് വറീഡ് ആയിരുന്നതും. ഈവൻ നമുക്ക് സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഒരു ചിന്തിച്ച് കണ്ട് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളാണെന്ന്. അത് കുറച്ചൊക്കെ ഞാൻ അംഗീകരിച്ചു കൊടുക്കും. കാരണം അച്ഛനും അമ്മയെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ബാലഭാസ്കറിന് അങ്ങനെ ഒരു തിങ്കിങ് വരാനായിട്ട് കാര്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സിസ്റ്റർ വയ്യാത്ത ഒരാളായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്റെ വീട്ടിലും അങ്ങനെ ഒരാളുള്ളത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് നമുക്കുള്ളപ്പോ നമ്മുടെ പേരൻസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവർക്കായിരിക്കും. അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളുടെ എല്ലാ കാര്യങ്ങളും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഇവൻ ഓണായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവക്കതിന് കേപ്പബിൾ അല്ല അവള്. അപ്പൊ അവക്ക് ഒരുപാട് സഹായങ്ങൾ വേണം. പിന്നെ അവൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കരുണ, സ്നേഹം, കെയറിങ് ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഈവൻ ദോ ബാലഭാസ്കറിനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ശരിക്കും കാണിക്കാനും അത് അവന് ഫീൽ ചെയ്യിപ്പിക്കാനും ഒന്നും അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു ഫീല് ബാലഭാസ്കറിന് തോന്നാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് അവരുടെ ഒരു സാഹചര്യമായിരുന്നു. അല്ലാതെ അവര് മനഃപൂർവ്വം ചെയ്തതല്ല എന്നൂടെ മനസ്സിലാക്കണം. കാരണം അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞിടയിൽ അവൻ എന്നോട് സംസാരിച്ചപ്പോൾ പറയാൻ, എടി എനിക്ക് ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താണ് വളർന്നത്. ഞാൻ അവന്റെ അമ്മയോട് സംസാരിക്കാൻ ഇടയായപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ അച്ഛൻ വീട്ടിൽ യാതൊരു കാര്യവും അന്വേഷിച്ചുകൊണ്ട് വരുമോ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ഈ അമ്മ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ട് വേണം വീട്ടിൽ കഴിയാൻ. അപ്പൊ അമ്മ ജോലിക്ക് പോകും, വൈകിട്ട് വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ പുന്നാരിക്കാനോ കുഞ്ഞുങ്ങളെ താലോലിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം ഈ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതല്ല. ഇവരെ വളർത്തി എടുക്കാനായിട്ട് അവർ തത്രപ്പാട് പെടുകയായിരുന്നു. അപ്പോ രണ്ടുപേരുടെ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, അമ്മയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാ, അമ്മ ചെയ്തതാണ് ശരി. പക്ഷെ മോന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, മോന് സ്നേഹം കിട്ടിയിട്ടില്ല. ഈ ഒരു സംഭവമാണ് ബാലഭാസ്കറിനും പറ്റിയത്, സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. അപ്പം കൂടെ വരുന്ന എല്ലാരെയും അങ്ങ് സ്നേഹിക്കുകയാണ്. ഇച്ചിരി സ്നേഹം കാണിക്കുന്നവരെല്ലാരും ട്രസ്റ്റ് ചെയ്യുകയാണ്. എന്താ പറയുന്നത്, ഫെയിമൂഡ് ആയപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ അടുക്കാൻ തുടങ്ങി. അപ്പൊ അവരെ എല്ലാം ട്രസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് അബദ്ധങ്ങളിലേക്ക് പോയി ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് വീട്ടുകാർ പേടിച്ചിരുന്നു. മോന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നല്ലൊരു കലാകാരനാക്കി എടുക്കാനും വേണ്ടി ആ അച്ഛനും അമ്മയും ഈ സാഹചര്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ മോൻ ഇത്രത്തോളം നിലയിൽ എത്തിച്ചേർന്നത്. പക്ഷെ അതിനുശേഷം അവരുടെ ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ മോന്റെ ഒരു വലിയൊരു ലൈവ് ഷോ ഒന്ന് പോയിരുന്ന് കാണാനോ, അത് കണ്ട് അവിടെ ഇരുന്നൊന്ന് പ്രൗഡ് ആവാനോ സന്തോഷിക്കാനോ, അല്ലെങ്കിൽ 4 പേരിൽ നിന്ന് അവർക്കൊരു അപ്രിസിയേഷൻ കിട്ടാനോ ഒന്നും, ഈ മകന്റെ അമ്മ എന്നുള്ള നിലയിൽ അല്ലെ അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു അപ്രിസിയേഷൻ കിട്ടാനോ ഒന്നും അവർക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ് അല്ലെ. അപ്പോ അതിന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ലക്ഷ്മിക്ക്. അത് വൈഫ് എന്ന നിലയിൽ അത് ഭാഗ്യം ഉണ്ടായത് തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ്. പക്ഷെ ആ അച്ഛനും അമ്മയ്ക്കും അതിന് അർഹതയുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടില്ല. ഈ ബാലഭാസ്കർ ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു മരിക്കുന്നതിന് കുറച്ചു മുമ്പ്. കാരണം തനിക്കൊരു കൊച്ചുണ്ടായതിനു ശേഷമാണ് ഈ അച്ഛന്റെ അമ്മയുടെയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്നൊക്കെ അയാൾ റിയലൈസ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മരിക്കുന്നതിന് കുറച്ചു നാൾ മുമ്പാണ് അച്ഛന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട്, നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചാൽ പോരാ, നിങ്ങൾക്ക് ഞാനൊരു വീട് വാങ്ങിച്ചു തരാം, അതുപോലെ തന്നെ സിസ്റ്ററിനോട് നീ ഇങ്ങനെ കിടന്നാ പോരാ, നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവളെ എവിടെയോ കൊണ്ടാക്കുന്നു, ട്രീറ്റ്മെന്റിനുള്ള പൈസ മൊത്തം ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എനിക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ്. അപ്പൊ ആ സമയത്താണ് പുള്ളി ഒന്ന് റിയലൈസ് ചെയ്യുന്നത്, ഒരു അച്ഛൻ അമ്മ എന്ന നിലയിൽ
അവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗം ചിന്തിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി. അത് പക്ഷെ അനുഭവിക്കാൻ അവർക്ക് യോഗം ഉണ്ടായില്ല. അച്ഛനും അമ്മയ്ക്കും അപ്പൊ പോലും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല. വിധി മകനെ തിരിച്ചെടുത്തു. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ നഷ്ടം വളരെ വലുതാണ്. മകനും മകളും മരിച്ചു. പിന്നെ അതുപോലെ തന്നെ ആ അമ്മ ഏറ്റവും സ്നേഹിച്ചിരുന്ന, അവരുടെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന അവരുടെ ഏട്ടനും മരിച്ചു. അപ്പൊ ഇത്രത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, ഏറ്റവും അടുത്ത ഇതിലുള്ള മകനും മകളും മരിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതായിരിക്കും. ചിലപ്പോൾ അവർ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടാവാം. പല രീതിയിലുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അത് ആ സ്ഥാനത്ത് നിന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ മകന്റെ മരണം ഒരു കൊലപാതകമാണെന്നൊരു ഫീലും കൂടെ തോന്നുന്ന സാഹചര്യത്തില് അവർ പ്രതികരിക്കുന്നത് ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മരുമകളായിട്ട് നിന്നിരുന്ന ആള് യാതൊരു രീതിയിൽ ഇവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ആ കുട്ടി ഇവരുടെ വീട്ടിലേക്ക് പിന്നീട് വരാതിരുന്നതിന് കാരണം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം ഇറക്കി വിട്ടു. അപ്പൊ പിന്നെ ഇനി ആ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല എന്നൊരു സ്ട്രോങ് ഡിസിഷൻ അവരെടുത്തു. അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. അവരെ കയറ്റാത്ത വീട്ടിലേക്ക് അവർ പിന്നെയും വലിഞ്ഞു കയറി ചെല്ലാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും ആ മരണത്തിന് ശേഷം ഇത്രത്തോളം ദുരൂഹതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, അവര് മൊഴി കൊടുത്തു എന്ന് പറയുന്നുണ്ട്, ഞാൻ എല്ലായിടത്തും മൊഴി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും ഇത്രത്തോളം ദുരൂഹത ഉള്ളപ്പോ അതിനെതിരെ ഒരു കേസ് കൊടുക്കാനോ, അല്ലെങ്കിൽ കേസ് കൊടുത്ത ഈ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്ന് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല. അവര് പറയുന്നു അതൊരു നോർമൽ ആക്സിഡന്റ് ആയിരുന്നു, കരുതി കൂട്ടിയതൊന്നും അല്ലായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ ഇടയ്ക്ക് തന്നെ അവർ പറയുന്നുണ്ട് അവർ ഉറങ്ങുകയായിരുന്നു, എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെന്റ് കണ്ടപ്പോഴാണ് എണ്ണീറ്റത്, പിന്നെ പെട്ടെന്ന് പോയി ഇടിക്കുകയായിരുന്നു. അപ്പൊ ആരെങ്കിലും ചേസ് ചെയ്യുന്നുണ്ടായിരുന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അതുപോലെ തന്നെ ഈ ബാലഭാസ്കർ മരിച്ചതിന് ശേഷം ബാലഭാസ്കറിന്റെ പേഴ്സും ഫോണും ഒക്കെ ഈ തമ്പി എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ എങ്ങനെ ചെന്നു, അങ്ങനെ ചെന്നതിന് ശേഷം ഇവരുടെ അമ്മ തിരിച്ചു ചോദിച്ചിട്ട് ഫോൺ മാത്രം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടായ സാഹചര്യം. അതുപോലെ തന്നെ അർജുൻ മൊഴി മാറ്റി. അപ്പൊ ഈവൻ ദോ അന്ന് അവർക്ക് തോന്നി അതൊരു നോർമൽ ആക്സിഡന്റ് ആയിരുന്നു എന്ന് തോന്നിയെങ്കിൽ പോലും പിന്നീട് അതല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള തെളിവുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോ അതൊന്ന് അറിയണം എന്നൊരു ആഗ്രഹം അവർക്കില്ലേ? അപ്പൊ ഈ അച്ഛന്റെ അമ്മയുടെയും കൂടെ കക്ഷി ചേർന്ന് ആ ഒരു കേസിന്റെ കൂടെ അവർ പോകേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതല്ല ഇവരുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അവരൊരു കേസ് ഫയൽ ചെയ്യണമായിരുന്നു. അവരത് ചെയ്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരോടൊരു താല്പര്യക്കുറവ് എല്ലാവർക്കും അവരുടെ ഫാമിലിയിൽ ഉണ്ടാവുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകനെയാണ്. ലക്ഷ്മിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവിനെയും മകളെയാണ്. പക്ഷെ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഇനിയും ഒരു കല്യാണം കഴിക്കാം, ഇനിയും ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ അച്ഛനും അമ്മയ്ക്കും അതില്ല. പിന്നെ ഇവര് രണ്ടു കൂട്ടരും നഷ്ടം എന്ന് പറയുന്നത് അവരുടെ നഷ്ടമാണ് വലുത്, ഇവരുടെ നഷ്ടമാണ് വലുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും ഈക്വലി അതൊരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും, ഇതുപോലെയുള്ള ഏത് കാര്യങ്ങളിൽ നിന്നും നമുക്ക് റിക്കവർ ചെയ്യാനും പുറത്തു വരാനും കുറച്ച് സമയമുണ്ട്. ആ സമയത്തിന് ശേഷം നമ്മൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ അച്ഛനും അമ്മയ്ക്കും അതിലേക്ക് വരാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോള് മരിക്കുന്നു, ബ്രദർ മരിക്കുന്നു, അങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കരകയറാൻ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ലക്ഷ്മിക്ക് അങ്ങനെയല്ല. ലക്ഷ്മിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ലക്ഷ്മി ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി അതിൽ നിന്ന് കരകയറി ഒരു നോർമൽ ലൈഫിലേക്ക് വന്നു എന്ന് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് നമ്മൾ അത് തന്നെ ഓർത്തിരുന്ന് കരഞ്ഞു തീർക്കണം എന്നൊന്നും ഇല്ല. അപ്പോൾ ഇനി അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാം. അതല്ല മറ്റൊരു കല്യാണം എന്നൊരു ഓപ്ഷൻ അവരുടെ ജീവിതത്തിൽ അവർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇനിയുള്ള ജീവിതം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എന്നിപ്പോ കരഞ്ഞോണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പം ഏറ്റവും സന്തോഷം അവർക്ക് കിട്ടുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ സെയിം ടൈം ഹസ്ബൻഡിനോട് കുറച്ച് നീതി പുലർത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ജീവിതത്തിൽ അയാളുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അതൊന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമം സ്വന്തമായിട്ട് നടത്തുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അച്ഛന്റെ അമ്മയുടെയും കാര്യം പറയുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളും ഈ പറഞ്ഞ ലോസ് ഒക്കെ ഓർത്തിരുന്ന് വിഷമിച്ച് എന്നും രാവിലെ തൊട്ട് അത് ഓർത്തിരുന്ന് കരയുകയല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഇൻവോൾവ് ആയിട്ട് ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നഷ്ടങ്ങളൊന്നും നമുക്ക് നികത്താൻ പറ്റില്ല, അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്തതിന് ശേഷം പെതുക്കെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഏത് രീതിയിലാണോ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ആ രീതിയിൽ സന്തോഷം കണ്ടെത്തി സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
ഇവരുടെ ഈ ഒരു ഫാമിലി ഇഷ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യ വിചാരിച്ചാൽ ഒരു ഭർത്താവിനെ അവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വന്ന് സ്വന്തമായിട്ട് തനിക്കായിട്ട് മാത്രം കൊണ്ടുവന്ന് ഒരു സ്വന്തമായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിനും അനുവദിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കും. മോസ്റ്റ് ഓഫ് ദ കേസസിൽ, ചില കേസിൽ പറ്റില്ല, ചില ആൾക്കാർ അതിന് യാതൊരു രീതിയിലും വഴങ്ങില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസിലും ഒരു ഭാര്യ വിചാരിച്ചാൽ അത് നടക്കും. പക്ഷെ അങ്ങനെയുള്ള ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭർത്താവിനെ നമുക്ക് കിട്ടാനിടയായത്, അല്ലെ ഇദ്ദേഹം ഈ ഭൂമിയിലേക്ക് വരാൻ ഇടയായ ഒരാളെന്ന് പറയുന്നത് അവരുടെ പേരൻസ് ആണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഇത്രത്തോളം നമുക്ക് വേണ്ടി ഒരു നല്ല ആളായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരാനും അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എഫേർട്ട് നമ്മൾ കാണാതെ പോകരുത്. നമ്മളോട് അവർ ഒരു രീതിയിലും നല്ലതായിരിക്കത്തില്ല, നമുക്ക് ഒട്ടും അവരെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവരോട് സഹകരിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് സഹകരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ മകനെ ഒരിക്കലും അവരുമായിട്ട് സഹകരിക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് വലിയൊരു തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. അതുപോലെ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അത് അവർ റോങ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അത് അവരനുസരിക്കുന്നില്ല, പിന്നെ അവർ പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബാലഭാസ്കറിന്റെ കേസിലാണെങ്കിലും അയാൾ കല്യാണം കഴിച്ചു, അവര് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ സെയിം ടൈം ഈ അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫുള്ളി കട്ട് ചെയ്ത് അവർക്ക് ഈ മോനെയും കൊണ്ട് യാതൊരു രീതിയിലും ഒരു ഉപകാരം, ഒരു ഒരു കുറച്ച് സമയം പോലും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാത്ത രീതിയിലൊക്കെ ആക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പം ഈ ഒരു ഈ ഒരു ഇൻസിഡന്റ്, അതായത് ഈ ബാലഭാസ്കറിന്റെ ഫുൾ ഫാമിലി ഇഷ്യൂസും ഈ ഒരു ഇൻസിഡന്റും ഒക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇരുന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരെ കുറെ കുറ്റവും പറഞ്ഞ് അതിനെപ്പറ്റി കുറെ എന്താ പറയുക ഇന്റർപ്രിട്ടേഷനും ഒക്കെ നടത്തി ചുമ്മാ ഇരിക്കുക എന്നുള്ളതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. ഈ അച്ഛനെ അമ്മയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു അച്ഛൻ വന്നിരുന്നു. ആ അച്ഛന്റെ ചാനലിന്റെ പേര് പ്രൈം എന്നെന്തോ ആണ്. അതിനകത്ത് നിങ്ങൾ ആ ഒരു ചാനൽ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ പൂർണ്ണമായിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറച്ചാണ് വന്നിരുന്നത്. അച്ഛൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മുഴുമിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ അടുത്തടുത്ത ചോദ്യം പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കണക്റ്റഡ് അല്ലാത്ത ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ അമ്മ മരുമകളെ കുറ്റം പറയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ എറിഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അവൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ ഇല്ലയോ നീ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഒരു ദിവസം പോലും ഈ അമ്മയുടെ കൂടെ അവൾ നിന്നിട്ടില്ല. ജാതകം ചേർന്നിട്ടാണോ കല്യാണം കഴിച്ചത്? ഒളിച്ചോടി കല്യാണം കഴിച്ചതാണെന്ന് ഈ അച്ഛനും അറിയാം. അപ്പൊ ജാതകം നോക്കി കല്യാണം കഴിച്ചതല്ലെന്ന് അച്ഛനും അറിയാം. പിന്നെയും ചോദിക്കുകയാണ് ജാതകം ചേർന്നിട്ടാണോ കല്യാണം കഴിച്ചത്? അതുപോലെ തന്നെ അവൾക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ? അവൾ കുറെ സംസാരിക്കുന്ന, നല്ല സംസാരം, ഇച്ചിരി നല്ല കേമിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളാണല്ലേ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഇട്ടു കൊടുത്തോണ്ടിരിക്കുകയാണ്. അവരുടെ ഫാമിലി കുറച്ച് ബ്രൈറ്റ് ഫാമിലി ആണല്ലേ? അപ്പൊ ഈ അമ്മയ്ക്ക് അവളോട് ദേഷ്യം ഉണ്ടെന്ന് അറിയാം. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ അതിനനുസരിച്ച് നല്ല രീതിയിൽ ഉത്തരം തരുമെന്നറിയാം. അപ്പൊ അവർക്കൊരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണോ ഉദ്ദേശം? അതോ പിന്നെ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ട് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടണം എന്നാണോ ഉദ്ദേശം? എന്തായാലും അച്ഛൻ അവരെ ഇന്റർവ്യൂ ചെയ്ത രീതി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതൊരു ഫെയർ രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ അല്ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ വരും, അതിലൊക്കെ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ മകന്റെ മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടെങ്കിൽ അത് അച്ഛന്റെ അമ്മയുടെ മരണത്തിന് മുമ്പ് തന്നെ തെളിഞ്ഞു വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എന്റെ പേര് ജൂബി സാം.